ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതികമാ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇനി ഞാൻ ചർച്ച ചെയ്യുന്നത് നവഗ്രഹങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ഗ്രഹത്തിൻ്റെ രാശിമാറ്റത്തെ പറ്റിയാണ്. അതായത് ശനിയുടെ രാശിമാറ്റത്തെ പറ്റിയാണ്. 2025 മാർച്ച് 29 രാത്രി ശനി കുംഭരാശിയിൽ നിന്നും മീന രാശിയിലേക്ക് രാശി മാറുന്നു. അത് കന്നിക്കൂറുകാർക്കും കന്നിലഗ്നക്കാർക്കും എന്ത് ഗുണാനുഭവങ്ങളും ദോഷാനുഭവങ്ങളും ഉണ്ടാക്കും എന്നുള്ളതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ശനിയെപ്പറ്റി ചർച്ച ചെയ്യുമ്പോൾ ശനി എന്ന് കേൾക്കുമ്പം തന്നെ പൊതുവെ എല്ലാവർക്കും ഭയമുള്ള ഒരു ഗ്രഹമാണ്. ഇപ്പോൾ ശനിയെ നമ്മൾ ഭയപ്പെടേണ്ടതുണ്ടോ? പൊതുവെ ഭയപ്പെടേണ്ട കാര്യമില്ല. നമ്മൾ ശനിയെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തിയുടെ ഏത് സാഹചര്യത്തിലും ഒരു വ്യക്തി എങ്ങനെ ജീവിക്കണം, എന്ത് കർമ്മം ചെയ്യണം, അത് ഏത് രീതിയിൽ ചെയ്യണം എന്നൊക്കെ പഠിപ്പിക്കുകയും അങ്ങനെ പഠിക്കുന്നവരുടെ കഴിവുകൾ വികസിപ്പിച്ച് അവരെ പരിപോഷിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്ന ഗ്രഹമാണ് ശനി. അതേസമയം ജീവിത പാഠങ്ങൾ പഠിക്കാതെ പഠനതൽപരല്ലാത്തവരെ തല്ലുകയും ശിക്ഷിക്കുകയും ചെയ്യുന്ന ഗ്രഹമായിട്ട് നമുക്ക് ശനിയെ കാണാം. ശനി പ്രത്യേകിച്ച് ജീവിതത്തിൽ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ സൃഷ്ടിച്ച് മനുഷ്യനെ ചിന്തിപ്പിക്കുന്ന ഗ്രഹമാണ്. എനിക്കെന്തുകൊണ്ട് ഇങ്ങനെ ഒരു സാഹചര്യം വന്നു, അങ്ങനെ എല്ലാ ഈ ദുരിതങ്ങളൊക്കെ അനുഭവിച്ച് സകലതും സഹിക്കാനുള്ള ഒരു സഹനശക്തി, ഒരു കഴിവ് നൽകുന്നതും ശനിയാണ്. ശനിയെപ്പറ്റി നമ്മൾ പറയുമ്പോൾ അധ്വാനത്തിൻ്റെയും അച്ചടക്കത്തിൻ്റെയും ക്ഷമാശീലത്തിൻ്റെയും നീതിബോധത്തിൻ്റെയും ഹാർഡ് വർക്കിൻ്റെയൊക്കെ ഗ്രഹമാണ്. അപ്പോൾ ജീവിതത്തിൽ അധ്വാനം, അച്ചടക്കം, ക്ഷമാശീലം, നീതിബോധം, കഷ്ടപ്പാട്, സുഖം, അതുപോലെ ഈശ്വര കടാക്ഷം, ഇവയൊക്കെ കൂടിക്കലർന്നതാണ് ജീവിതം എന്നുള്ള ഒരു പാഠമാണ് ഈ വിശ്വഗുരുവായ ശനി ഓരോ കൂറുകാരെയും പഠിപ്പിക്കുന്നത്. അപ്പോൾ ശനി കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം, അതായത് കന്നിക്കൂറുകാരെന്ന് പറയുമ്പോൾ നമുക്കറിയാം ഉത്തര നക്ഷത്രത്തിൻ്റെ അവസാന 3 പാദം, അത്തം, അതുപോലെ ചിത്തിര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദത്തിൽ പെടുന്നവരാണ്. അപ്പോൾ അവർക്ക് ഈ ശനി എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ ചർച്ചാ വിഷയം. കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ശനി അവരുടെ 5ാം ഭാവാധിപനുമാണ്, 6ാം ഭാവാധിപനുമാണ്. ഇപ്പോൾ ആ ശനി 6ാം ഭാവാധിപനായി 6ൽ തന്നെ സഞ്ചരിക്കുന്ന സമയമാണ്. 2025 മാർച്ച് 29 രാത്രി 6ൽ സഞ്ചരിക്കുന്ന ശനി 6ൽ നിന്നും നേരെ 7ലേക്ക് രാശി മാറുന്നു. അതായത് മീനരാശിയിലേക്ക് ശനി രാശി മാറുന്നു. മീനരാശി എന്ന് പറയുന്നത് ഗുരുവിൻ്റെ തന്നെ രാശിയാണ്. ശനിയും ഗുരുവും ശത്രുഗ്രഹങ്ങളല്ല, സമന്മാരാണ്. 2027 ജൂൺ മാസം 3-ാം തീയതി വരെ ആ ശനി 7ലായിരിക്കും സ്ഥിതി ചെയ്യുന്നത്. അപ്പം മീനൻ രാശിയിൽ പ്രത്യേകിച്ച് 3 നക്ഷത്രങ്ങൾ, അതായത് പൂരിട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാന പാദം, ഉത്രട്ടാതി, അതുപോലെ രേവതി നക്ഷത്രം, ഈ 3 നക്ഷത്രങ്ങളിലൂടെയാണ് മീനം രാശിയിൽ ശനി സഞ്ചരിക്കുന്നത്. അപ്പോൾ ശനി ഈ പൂരിട്ടാതി നക്ഷത്രം എന്ന് പറയുമ്പം ഗുരുവിൻ്റെ നക്ഷത്രമാണ്. ഉത്രട്ടാതി നക്ഷത്രം ശനിയുടെ തന്നെ നക്ഷത്രമാണ്. രേവതി എന്ന് പറയുന്നത് ബുധൻ്റെ നക്ഷത്രമാണ്. അതിൽ ഗുരു, ബുധൻ, ഈ 2 ഗ്രഹങ്ങളും ശനിയുടെ ശത്രുഗ്രഹങ്ങളല്ല. അതുപോലെ ഉത്രട്ടാതി നക്ഷത്രത്തിൻ്റെ അധിപൻ ശനി തന്നെയാണ്. അപ്പോൾ ശനി സ്വന്തം നക്ഷത്രത്തിൽ സഞ്ചരിക്കുമ്പോൾ കുറച്ചുകൂടെ പവർ കൂടും. അപ്പോൾ പൊതുവെ ഈ മീനം രാശിയിൽ ശനി സഞ്ചരിക്കുന്നത് ഈ 3 നക്ഷത്രങ്ങളിലൂടെ ആയതുകൊണ്ട് ശനിയുടെ രാശിമാറ്റം ഒരു പോസിറ്റിവിറ്റിയാണ് സൂചിപ്പിക്കുന്നത്. അത് വലിയ ദോഷങ്ങൾ ഉണ്ടാക്കില്ല എന്ന് പറയാം. അതേസമയം കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം 7ലേക്കാണ് ശനി രാശി മാറുന്നത്. 2027 ജൂൺ 3 വരെ ആ 7ൽ ശനി നിൽക്കുകയാണ്. 7 പറയുമ്പോൾ നമുക്കറിയാം കണ്ടകസ്ഥാനമാണ്. അപ്പോൾ കന്നിക്കൂറുകാർക്ക് കണ്ടകശനി കാലമാണ് 2025 മാർച്ച് 29 മുതലുള്ള 2.5 വർഷം. അപ്പോൾ കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരാണ്. നക്ഷത്രക്കാരെന്ന് പറയുന്നത്
ഉത്തരത്തിൻ്റെ അവസാന 3 പാദം, അത്തം, ചിത്തിരയുടെ ആദ്യ 2 പാദം. അതിൽ ഉത്തരം എന്ന് പറയുന്നത് സൂര്യൻ്റെ നക്ഷത്രമാണ്. അത്തം എന്ന് പറയുന്നത് ചന്ദ്രൻ്റെ നക്ഷത്രമാണ്. ചിത്തിര എന്ന് പറയുന്നത് ചൊവ്വയുടെ നക്ഷത്രമാണ്. അപ്പോൾ സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, ഇത് 3 ശനിയുടെ ശത്രുഗ്രഹങ്ങളാണ് എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം. അതിനാൽ ശനിയുടെ 7-ലെ രാശിമാറ്റം ചില പ്രയാസങ്ങളോ ചില പ്രശ്നങ്ങളോ കന്നിക്കൂറുകാർക്ക് ഉണ്ടാക്കി എന്ന് വരാം. അത് നമ്മൾ കാണാതിരിക്കരുത്. അതേസമയം ഈ കന്നിക്കൂറിലെ നക്ഷത്രക്കാർക്ക് ശനിദശ കഴിഞ്ഞോ അതോ ശനിദശ വരാൻ പോകുന്നോ, ഏത് സമയത്തായിരിക്കും, ഏത് വയസ്സിലായിരിക്കും ശനിദശ വരുന്നത്? നമുക്കറിയാം, ഉത്തര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദം. ഉത്തര നക്ഷത്രം എന്ന് പറയുമ്പോൾ സൂര്യൻ്റെ നക്ഷത്രമാണ്. അപ്പോൾ ഉത്തര നക്ഷത്രത്തിൽ ജനിക്കുന്ന ഒരു വ്യക്തിക്ക് ശനിദശ വരുന്നത് ഏകദേശം ഒരു 55-57 വയസ്സൊക്കെ ആകുമ്പോഴായിരിക്കും. അത്തം നക്ഷത്രക്കാർക്കാണെങ്കിൽ ശനിദശ വരുന്ന ഒരു 46-48 വയസ്സൊക്കെ ആകുമ്പോഴായിരിക്കും. ചിത്തിര നക്ഷത്രക്കാർക്ക് ശനിദശ വരുന്നത് 38-40 വയസ്സൊക്കെ ആകുമ്പോഴായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ, ഞാൻ ഈ ഒരു 55 ഈ വയസ്സുകളൊക്കെ പറഞ്ഞുവെങ്കിലും ഈ കൂറിലെ നക്ഷത്രക്കാർക്ക് ജന്മശിഷ്ട ദശാകാലം വ്യതിയാനപ്പെടുന്നതിനനുസരിച്ച് ഈ ശനിദശയുടെ ആരംഭകാലത്തിലും വ്യതിയാനം വരും. അതും കൂടെ നമ്മൾ മനസ്സിലാക്കണം. അതേസമയം ഈ കൂറിലെ നക്ഷത്രക്കാർക്ക് ഏത് ദശ നടക്കുമ്പോഴും ശനിയുടെ അപകാരകാലം വരുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ആ ശനി നമുക്ക് ഗുണം ചെയ്യുമോ ദോഷം ചെയ്യുമോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ജാതകത്തിൽ ശനി ലഗ്നാൽ ഇഷ്ടഭാവാധിപത്യം വഹിച്ച ഇഷ്ടസ്ഥാനത്താണോ നിൽക്കുന്നത് അതോ അനിഷ്ടസ്ഥാനത്താണോ നിൽക്കുന്നത്? ഇപ്പം ഇഷ്ടസ്ഥാനത്താണ് ശനി നിൽക്കുന്നതെങ്കിൽ ഈ കണ്ടക ശനി സമയം ദോഷം ചെയ്യില്ല. അതേസമയം അനിഷ്ടസ്ഥാനത്താണ് ശനി ജാതകത്തിൽ നിൽക്കുന്നതെങ്കിൽ അത് ദോഷാനുഭവങ്ങൾ ഉണ്ടാക്കും, ഗുണാനുഭവം കുറയ്ക്കും. ഇനി ഈ കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം കണ്ടകശനി കാലം അവർക്ക് ഒരേ അനുഭവമാണോ ഉണ്ടാക്കുന്നത്? ഇപ്പം കന്നിക്കൂറിലെ നക്ഷത്രക്കാർക്കെല്ലാം തന്നെ കണ്ടകശനി ഒരേ അനുഭവമാണോ ഉണ്ടാക്കുന്നത് എന്നറിയണമെങ്കിൽ ഈ കൂറുകാരുടെ ലഗ്നരാശികൾ അറിയണം. ഏതൊക്കെ ലഗ്നരാശികൾക്കാണ് കൂടുതൽ ഗുണാനുഭവം ഉണ്ടാകുന്നത്, ഏതൊക്കെ ലഗ്നരാശികൾക്കാണ് ഗുണാനുഭവം കുറയുന്നതും കൂടെ നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ കൂറ് മാത്രം നോക്കിയാൽ പോരാ, ആ കൂറിലെ നക്ഷത്രക്കാരുടെ ലഗ്നരാശി അറിയണം. അപ്പോൾ പ്രത്യേകിച്ച് ഈ ലഗ്നരാശി വ്യത്യസ്തപ്പെടുന്നതിനനുസരിച്ച് കണ്ടക ശനിയുടെ ഇമ്പാക്റ്റിലും വ്യത്യാസം വരും. ഇപ്പോൾ കന്യക്കൂറിലെ നക്ഷത്രക്കാർക്ക് ഇടവലഗ്നം വന്നാലോ, ഇടവലഗ്നം, മിഥുനലഗ്നം, കർക്കടക ലഗ്നം, കന്നിലഗ്നം, തുലാലഗ്നം, വൃശ്ചികലഗ്നം, മകരലഗ്നമാണ് വരുന്നത് എങ്കിൽ, അല്ലെങ്കിൽ ഉള്ളത് എങ്കിൽ, ഈ 7-ലെ അതായത് മീനരാശിയിലെ ആ ശനിയുടെ രാശിമാറ്റം, രാശിയിലേക്കുള്ള ശനിയുടെ രാശിമാറ്റം വലിയ ദോഷാനുഭവങ്ങൾ ഉണ്ടാക്കില്ല എന്ന് മനസ്സിലാക്കുക. ഗുണാനുഭവങ്ങൾ ശനിയുടെ രാശിമാറ്റം കൊണ്ട് ഉണ്ടാകും. അതേസമയം കർക്കടക ലഗ്നം, ഈ കന്നി ലഗ്നം, അവർക്കൊക്കെ ഗുണാനുഭവം ഉണ്ടാകുമെങ്കിലും, ഗുണാനുഭവം ഉണ്ടാകും, പക്ഷെ ചെറിയ കാലതാമസം ചിലപ്പോൾ അവിടെ വന്നു എന്ന് വരാം. അതേസമയം മേട ലഗ്നക്കാർ, കന്നിക്കൂറിൽപ്പെടുന്ന മേടലഗ്നക്കാർ, ചിങ്ങലഗ്നക്കാർ, ധനുലഗ്നക്കാർ, അതുപോലെ കുംഭലഗ്നക്കാർ, മീനലഗ്നക്കാർ, അവർക്ക് മീന രാശിയിലെ ശനിയുടെ സ്ഥിതി അല്ലെങ്കിൽ ശനിയിലെ ആ ഗോചരസ്ഥിതി എന്ന് പറയുന്നത് പ്രതീക്ഷിക്കുന്ന നേട്ടങ്ങൾ ഉണ്ടാക്കണമെന്നില്ല എന്നും കൂടെ മനസ്സിലാക്കുക. ഇനി നമുക്ക് ഈ കന്നിക്കൂറുകാരുടെ ഈ കണ്ടക ശനി കാലം എന്തെന്ത് ഗുണാനുഭവങ്ങൾ എന്തെന്ത് ദോഷാനുഭവങ്ങൾ ഉണ്ടാക്കും എന്നും കൂടെ നോക്കാം. അപ്പം ഇത് നമ്മൾ മനസ്സിലാക്കാൻ 7-ലെ ശനിയുടെ സ്ഥിതി കൊണ്ടുണ്ടാകുന്ന ഇമ്പാക്റ്റ് അറിയണം. 7 നിൽക്കുന്ന ശനി ഏതൊക്കെ ഭാവരാശികൾ ദൃഷ്ടി ചെയ്യുന്നു, ആ ഭാവരാശികൾ ശനിയുടെ മിത്രരാശിയാണോ ശത്രുരാശിയാണോ, ഇവയൊക്കെ
വിലയിരുത്തി വേണം നമുക്ക് പറയാൻ കഴിയുന്നത്. എങ്കിലും നമ്മൾ പൊതുവായിട്ട് പറയുമ്പോൾ 7 നിൽക്കുന്ന ശനി, പ്രത്യേകിച്ച് ആ ശനി എന്ന് പറയുന്നത് കന്നിക്കൂറുകാരുടെ 5ഉം 6ഉം ഭാവാധിപനാണ്. അപ്പോൾ 7ാം ഭാവരാശിയിലേക്ക് ആ ശനി വരിക എന്ന് പറയുമ്പോൾ അത് ഗുരുവിൻ്റെ രാശിയാണ് എന്നുള്ളത് കൊണ്ട് വലിയ ദോഷം ചെയ്യില്ല എന്ന് പറയാം. അതേസമയം കണ്ടക ശനി കാലമായതുകൊണ്ട് പൊതുവെ നമുക്ക് കണ്ടകശനി കാലമായാലും ബിസിനസ്സുകാർക്ക് അത് വികസനത്തിന് വഴിതെളിക്കും എന്ന് പറയാം. പൊതുവെ ആ ബിസിനസ്സിൽ, പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലൊക്കെ എന്തെങ്കിലും പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത്തരം പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ മാറുന്നതിന് ആ ശനിയുടെ രാശിമാറ്റം വഴിതെളിക്കും. പാർട്ട്ണർഷിപ്പ് സംരംഭങ്ങളിൽ പുത്തൻ പാർട്ട്നേഴ്സ് വന്നു ചേരുന്നതിനൊക്കെ സാധ്യത കാണുന്നു. പൊതുവെ ഈ ബിസിനസ്സിലെ പാർട്ട്നേഴ്സിൻ്റെ ഇടയിലൊക്കെ അച്ചടക്കം, അതുപോലെ ക്ഷമാശീലം, ഉത്തരവാദിത്വബോധമൊക്കെ കൂടുന്ന സമയമായിരിക്കും. ശനി പൊതുവെ ഒരു പക്വതയുടെ ഗ്രഹമാണ്, നീതിയുടെ ഗ്രഹമാണ്, ഉത്തരവാദിത്വബോധത്തിൻ്റെ ഗ്രഹമാണ്. അപ്പോൾ ബിസിനസ്സിലൊക്കെ ആ പാർട്ട്നേഴ്സിനിടയിൽ അതൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ പൊതുവെ പാർട്ട്നേഴ്സിൻ്റെ അപ്രോച്ചിലൊക്കെ ഒരു പക്വതയാർന്ന ബിഹേവിയർ ഉണ്ടാകുന്നതുകൊണ്ട് അത് ബിസിനസ്സിന് ഗുണാനുഭവം ഉണ്ടാക്കും എന്ന് തന്നെ പറയാം. ബിസിനസ്സിൻ്റെ വ്യാപനത്തിനും പൊതുജനങ്ങളോടുള്ള ഈ കടപ്പാടൊക്കെ നിറവേറ്റുന്നതിലുമൊക്കെ ഉള്ള ഒരു മനോഭാവമൊക്കെ ഈ 7ലെ ശനി ഉണ്ടാക്കും എന്ന് തന്നെ പറയാം. ശനി 5ാം ഭാവാധിപനാണ്. അപ്പോൾ 5ാം ഭാവാധിപനായിട്ടുള്ള ശനിയാണ് 7ലേക്ക് വരുന്നത്. അത് 5 പറയുമ്പം പ്രത്യേകിച്ച് സന്താനസ്ഥാനമാണ്. അപ്പോൾ ഈ സന്താനങ്ങൾക്ക് വിദേശത്ത് ഗുണാനുഭവം ഉണ്ടാക്കുന്നതിനും ഈ ശനി സഹായിക്കും. പ്രത്യേകിച്ച് അവരുടെ പഠനം, അതുപോലെ അവരുടെ പാണ്ഡിത്യം, അതുപോലെ ഈ ഗുരുക്കന്മാരോടുള്ള ആദരവ് ഒക്കെ കൂടാവുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ ഈ പാണ്ഡിത്യവും അതുപോലെ ഈ ഗുരുക്കന്മാരോടും സീനിയർ അധ്യാപകരോടും ഒക്കെ നല്ല ഒരു സമീപനവും നല്ലൊരു ഇൻ്ററാക്ഷനൊക്കെ ഈ സമയത്ത് ഉണ്ടാകുന്നത് പ്രത്യേകിച്ച് ഈ കൂറുകാരുടെ വ്യക്തിത്വത്തിന് മാറ്റുകൂട്ടും, തിളക്കമുണ്ടാക്കും. 6ാം ഭാവാധിപനും കൂടെയാണ് ശനി. ആ ശനി 6ന്റെ 2ലാണ് നിൽക്കുന്നത്. അതായത് 6 പറയുമ്പോൾ വ്യവഹാരത്തിൻ്റെയൊക്കെ സ്ഥാനമാണ്, ശത്രുതയുടെയൊക്കെ സ്ഥാനമാണ്, രോഗത്തിൻ്റെയൊക്കെ സ്ഥാനമാണ്. അപ്പോൾ ഈ വ്യവഹാരം, പ്രത്യേകിച്ച് ഈ ബിസിനസ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ കേസുകളൊക്കെ നടക്കുന്നവർക്ക് ആ കേസുകളിൽ നിന്ന് 6ാം ഭാവാധിപൻ അതിൻ്റെ 2ൽ നിൽക്കുന്നു, അതിൻ്റെ ധനസ്ഥാനത്ത് നിൽക്കുക എന്ന് പറയുമ്പോൾ ആ കേസുകളിൽ നിന്നൊക്കെ ധനനേട്ടത്തിന് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ചിലർക്ക് ബന്ധുക്കളിൽ നിന്ന്, മാതൃബന്ധുക്കളിൽ നിന്ന് ആ 7ലെ ശനി, 6ാം ഭാവാധിപനായിട്ടുള്ള ശനി 7ൽ നിൽക്കുമ്പോൾ മാതൃബന്ധുക്കളിൽ നിന്നൊക്കെ പെട്ടെന്ന് ഒരു വിവാഹം ആലോചിക്കുന്നവർക്ക് അത്തരത്തിലുള്ള ആലോചനകൾ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ പ്രണയബന്ധത്തിലൊക്കെ ഒരു ഉത്തരവാദിത്വ ബോധമൊക്കെ കൂടും. കാരണം 5ാം ഭാവാധിപനായിട്ടുള്ള ശനിയാണ് 7ൽ നിൽക്കുന്നത്. 5 പ്രണയത്തിൻ്റെ സ്ഥാനവും കൂടിയാണ്. അപ്പോൾ അത് ഈ കമിതാക്കൾക്കിടയിൽ ഒരു പക്വതയാർന്ന സമീപനം, അച്ചടക്കം, ഉത്തരവാദിത്വ ബോധമൊക്കെ കൂടും. ഒരു വഴിയെ പോകുന്ന ഒരു പ്രണയമായിരിക്കില്ല, ഒരു പക്വതയാർന്ന ഒരു വളരെ ദൃഢമായിട്ടുള്ള ഒരു പ്രണയബന്ധത്തിലേക്കൊക്കെ അത് വഴിതെളിക്കാൻ സാധ്യതയുണ്ട്. മെച്യൂർഡായിട്ടുള്ള ഒരു പ്രണയം, അതൊക്കെ ചിലപ്പോൾ വിവാഹത്തിലൊക്കെ എത്താനും സാധ്യതയുണ്ട്. ചിലപ്പോൾ അല്പം താമസം നേരിട്ടാലും ശനി 7ൽ നിൽക്കുമ്പോൾ പൊതുവേ പറയും അത് വിവാഹത്തിന് കൊള്ളില്ല. പക്ഷേ ശനി അല്പം തടസ്സം വരുത്തിയാലും ശനി ഒരിക്കലും വിവാഹം തടയില്ല എന്നും കൂടെ മനസ്സിലാക്കുക, വിവാഹം നൽകും എന്നും കൂടെ മനസ്സിലാക്കുക. അതുപോലെ നമുക്ക് ഈ പരസ്പര ബഹുമാനം, അതുപോലെ നീതിബോധം, ക്ഷമ, അച്ചടക്കം ഇവയൊക്കെ നിലനിർത്തി പോകുന്ന ദമ്പതിമാർക്ക് അവരുടെ ദാമ്പത്യ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം ഈ കണ്ടകശനി കാലമായാലും ആ ശനി നൽകും എന്ന് പറയാം.
അപ്പോൾ അത്തരത്തിലുള്ള പ്രവർത്തനമൊക്കെ നടത്തുന്നവർക്കേ അതിന് സാധ്യതയുള്ളൂ. അപ്പം അച്ചടക്കമില്ലാതെ, പരസ്പര ബഹുമാനമില്ലാതെ, നീതിക്ക് വിരുദ്ധമായിട്ട് ക്ഷമയില്ലാതെയൊക്കെ ഉള്ള ഒരു സമീപനമൊക്കെയാണ് ദമ്പതിമാർക്കിടയിലെങ്കിൽ അത് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. അത് ചിലപ്പോൾ വിവാഹ സംബന്ധമായ കേസുകളിലേക്കൊക്കെ വഴിതെളിക്കാം. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഈ പ്രശ്ന പരിഹാരത്തിന് ആവശ്യമെന്ന് പറയുന്നത് പരസ്പര ധാരണ, ബഹുമാനം, നീതിബോധം, അതുപോലെ തന്നെ അച്ചടക്കമാർന്ന സമീപനമൊക്കെ ഈ ദമ്പതികളുടെ ഭാഗത്ത് ഉണ്ടാകാമെങ്കിൽ മാരിറ്റൽ റിലേഷൻഷിപ്പ് ദോഷം ചെയ്യില്ല എന്ന് മനസ്സിലാക്കുക. അല്ലെങ്കിൽ അത് മാരിറ്റൽ റിലേഷൻഷിപ്പിൽ ദോഷമുണ്ടാക്കും. അതുപോലെ ജീവിത പങ്കാളിയുടെയൊക്കെ നിയന്ത്രണത്തിലാകും ഈ കൂറുകാർ എന്ന് വേണമെങ്കിൽ പറയാം. ചിലർക്ക് ചിലപ്പോൾ ഒന്നിലധികമൊക്കെ ബന്ധം ഈ സമയത്തുണ്ടാകും. ഇപ്പം ദാമ്പത്യ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ മറ്റേതെങ്കിലും എതിർലിംഗക്കാരുമായിട്ടൊക്കെ സൗഹൃദവും അതുപോലെ ചങ്ങാത്തമൊക്കെ സ്ഥാപിക്കും. അത് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വിപത്തുകളിലേക്കൊക്കെ വഴിതെളിക്കാം. അപ്പോൾ അതൊക്കെ ഈ പ്രത്യേകിച്ച് ഈ ബന്ധത്തിലെ പൊരുത്തക്കേട് മുഖാന്തരം ഉണ്ടാകുന്നതാണ് എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി പോകാമെങ്കിൽ തീർച്ചയായിട്ടും ആ 7-ലെ ശനി അത് കണ്ടകശനി സമയമാണെങ്കിലും ആ ദോഷങ്ങൾ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. അതുകൊണ്ട് ശനിയെ നമ്മൾ ഭയപ്പെടുകയല്ല, ശനിയുടെ സ്വഭാവത്തിനനുസരിച്ച് നമ്മൾ നീങ്ങുക എന്നുള്ളതാണ്. ഇനി 7 നിൽക്കുന്ന ശനി എവിടെയൊക്കെ ദൃഷ്ടി ചെയ്യുന്നു നമ്മൾ നോക്കണം. ഇപ്പോൾ 7 നിൽക്കുന്ന ശനി അതിൻ്റെ 3-ാം ഭാവമായിട്ടുള്ള ഭാഗ്യസ്ഥാനത്തേക്ക് ദൃഷ്ടി ചെയ്യുന്നു. അപ്പം 3-ലാണ് ദൃഷ്ടി ചെയ്യുന്നത്, അത് ഭാഗ്യസ്ഥാനമാണ്. അപ്പം 3 പ്രത്യേകിച്ച് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ്റെ സ്ഥാനമാണ് എന്ന് പറയുമ്പോൾ ബുദ്ധിശക്തിയുടെ സ്ഥാനമാണ്. നമ്മുടെ ക്വാളിറ്റി ഓഫ് കമ്മ്യൂണിക്കേഷൻ, ആ ക്വാളിറ്റി ഓഫ് ഇൻറ്ററാക്ഷൻ, നമ്മുടെ ഹാർഡ് വർക്ക്, അതുപോലെ 3 യാത്രകൾ. അപ്പോൾ ആ യാത്ര വഴി, ഹാർഡ് വർക്ക് വഴി, നല്ല കമ്മ്യൂണിക്കേഷൻ വഴി, നമ്മുടെ വിവേക ബുദ്ധിയൊക്കെ പ്രയോഗിക്കുക വഴിയൊക്കെ നമുക്ക് ആ 9-ലെ ആ ശനിയുടെ ദൃഷ്ടി ഭാഗ്യാനുഭവം ഉണ്ടാകും. പക്ഷേ അതിന് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ നല്ലതായിരിക്കണം, അതുപോലെ നമ്മൾ വിവേക ബുദ്ധി പ്രകടിപ്പിക്കണം, ഹാർഡ് വർക്ക് നടത്തണം, ചിലപ്പോൾ യാത്രകൾ വേണ്ടി വരും. അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും അതുവഴി ഭാഗ്യാനുഭവം ഉണ്ടാകും. അതുപോലെ പിതാവ്, ഗുരുക്കന്മാർ, ഇവരോടൊക്കെ ആദരവ്, ബഹുമാനം ഒക്കെ കൂട്ടേണ്ടുന്ന സമയമാണ്. അങ്ങനെ കൂട്ടിപ്പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതും ഗുണാനുഭവം ഉണ്ടാക്കും. അതുപോലെ വിദേശ യാത്രകൾക്കും ഉന്നത പഠനം കാര്യക്ഷമമാകുന്നതിനും അതുപോലെ ക്രിയേറ്റീവ് വർക്കിലൊക്കെ ശോഭിക്കുന്നതിനുമൊക്കെ ഈ 9-ലേക്കുള്ള ആ ശനിയുടെ ദൃഷ്ടി വഴിതെളിക്കും. അതുപോലെ ശനിക്ക് 6-ാം ഭാവാധിപത്യം കൂടെ വരുന്നത് കൊണ്ട് കഴിവതും 6-ാം ഭാവാധിപത്യം വഹിച്ച് 7 നിന്നുകൊണ്ട് 9-ലേക്ക് ദൃഷ്ടി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും പിതാവുമായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ തെറ്റിദ്ധാരണകളോ അനാദരവോ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാകാം. അവിടെയൊക്കെ നമുക്കൊരു കരുതൽ വേണം. അതുപോലെ ആരോഗ്യം, നിയമമേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കൊക്കെ വളരെ ഗുണാനുഭവം ഉണ്ടാകും. മതവിശ്വാസം, ആത്മീയ ചിന്തയൊക്കെ കൂടുന്നതിനും സാധ്യതയുണ്ട്. ഇനി 7-ൽ നിൽക്കുന്ന ശനി അതിൻ്റെ 7-ാം ഭാവമായിട്ടുള്ള ജന്മരാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു. അപ്പോൾ ജന്മരാശിയിലേക്ക്, ആ ജന്മരാശി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് അത് ബുധൻ്റെ രാശിയാണ്, മിത്രരാശിയാണ്. എങ്കിലും നമ്മൾ ഈ ശനിയുടെ ആ ജന്മരാശിയിലെ ദൃഷ്ടി എന്നൊക്കെ പറയുമ്പോൾ 6-ാം ഭാവാധിപത്യം കൂടെ ശനിക്കുണ്ട്. അപ്പോൾ ശരീരകാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കണം, ആഹാരത്തിലൊക്കെ ഒരു ശ്രദ്ധിക്കണം. അപ്പോൾ ചിട്ടയായിട്ടുള്ള വ്യായാമം, യോഗ, അതുപോലെ കൃത്യമായിട്ടുള്ള ദിനചര്യകൾ, അച്ചടക്കമാറുന്ന പ്രവർത്തനങ്ങൾ, ഇവയൊക്കെ നടത്തുന്നവർക്ക് നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്കൊരു പരിഹാരമുണ്ടാകും, സുഖമൊക്കെ സാധ്യമാകും, കാര്യങ്ങൾ അപഗ്രഥിക്കാനുള്ളൊരു കഴിവൊക്കെ അവർക്ക് കൂടും. പ്രത്യേകിച്ച് മറ്റുള്ളവരുടെ ക്ഷേമത്തിനും ഒക്കെ ഒരു പരിഗണനയൊക്കെ കൊടുത്തു പോകുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട്. അപ്പം നീതിബോധം, ആത്മവിശ്വാസം, സദാചാരചിന്ത ഒക്കെ തന്നെ ഈ സമയത്ത് ഉണ്ടാകും. അത് എല്ലാ കാര്യത്തിലും ഒരു വേഗതക്കുറവുണ്ടാകുമെങ്കിലും കാര്യം സാധിക്കുന്നതിന് അനുകൂലമായിട്ടുള്ള സമയമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. കൂട്ടായ പ്രവർത്തനങ്ങൾ വഴിയൊക്കെ വലിയ നേട്ടങ്ങൾ ഈ കുറുകാർക്ക് പ്രതീക്ഷിക്കാം. ഇനി 7 നിൽക്കുന്ന ശനി അതിൻ്റെ 10-ാം ഭാവമായിട്ടുള്ള 4-ലേക്ക് ദൃഷ്ടി ചെയ്യുന്നു. അപ്പോൾ കുടുംബത്തിൽ ഉത്തരവാദിത്വം കൂടും, കുടുംബ ബാധ്യതകളിലൊക്കെ ഒരു ശ്രദ്ധ കൊടുക്കും. വീട്, വസ്തു, വാഹനം ഇവയൊക്കെ വാങ്ങുന്നതിനെ പറ്റിയൊക്കെ ചിലപ്പോൾ ചിന്തയുണ്ടാകും. അല്പം കാലതാമസം നേരിട്ടാലും അവരുടെ ആ വീട്, വാഹനം, വസ്തു ഇവയൊക്കെ വാങ്ങുന്നതിനൊക്കെ അത് ആ 4-ലേക്കുള്ള ആ ശനിയുടെ ദൃഷ്ടി വഴിതെളിക്കും. ചിലർക്ക് ബന്ധുക്കളിൽ നിന്നൊക്കെ ചിലപ്പോൾ ചില പ്രയാസങ്ങൾ,
ചില ബുദ്ധിമുട്ടുകളൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം. അവയൊക്കെ സമചിത്തതയോടെ, അച്ചടക്കത്തോടെ, ക്ഷമയോടെ, സംയമനത്തോടെ നമ്മൾ കൈകാര്യം ചെയ്തു പോകാമെങ്കിൽ അതിൻ്റെ ആ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നമുക്ക് പരിഹാരമുണ്ടാകും. പൊതുവെ നീതിയുക്തമായിട്ടുള്ള ഒരു നിലപാട്, പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ തർക്കങ്ങളിലൊക്കെ ഇടപെടുന്നവരെ സംബന്ധിച്ചിടത്തോളം നീതിപൂർവമായിട്ടുള്ള ഒരു സമീപനമൊക്കെ ഈ സമയത്ത് ഈ കൂറുകാരുടെ ഭാഗത്ത് ഉണ്ടാകും എന്ന് തന്നെ പറയാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.